ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ പോലീസ് സേനയിൽ അതൃപ്തി പുകയുകയാണ്. ഡ്രൈവറെ മാത്രം ബലിയാടാക്കിയെന്നും ADGPക്കെതിരെയും നടപടി വേണമെന്നുമാണ് ആവശ്യം. എന്നാൽ അജിത് കുമാറിനെ പ്രതി ചേർക്കേണ്ടെന്ന നിലപാടിലാണ് പമ്പ പോലീസ്. ട്രാക്ടർ ഡ്രൈവറായ CPOയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വാക്കാൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം ഹൈക്കോടതി തീരുമാനപ്രകാരം നടപടി മതിയെന്ന നിലപാടിലാണ് സർക്കാർ. റോഷിപാലുണ്ട്, ഒപ്പം പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരും. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, ഗുഡ് മോർണിംഗ്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. ഇതിലിപ്പോ ഒരു CPO ഉദ്യോഗസ്ഥനായ ഒരു ഡ്രൈവറെ മാത്രം ബലിയാടാക്കി ADGPയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും രക്ഷപ്പെടുകയാണ്. ചട്ടപ്രകാരം ചെയ്തിരിക്കുന്നത് വിരുദ്ധമായ കാര്യമാണ്. അത് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നടപടി ഉണ്ടാവുന്നില്ല. പോലീസ് സേനയിലെ പലർക്കും, ഉന്നതർക്കടക്കം ADGP MR അജിത് കുമാർ ചെയ്തതിനോടും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനോടും അതൃപ്തിയുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് റോഷി? അരുൺകുമാർ, സംസ്ഥാന പോലീസ് സേനയിൽ ഒന്നാകെ MR അജിത് കുമാറിന്റെ ഈ നിയമലംഘനത്തിൽ അസംതൃപ്തിയുണ്ട്. കാരണം ശബരിമലയിൽ എന്താണ് നിയമമെന്ന് കൃത്യമായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. കാരണം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒരു വട്ടമെങ്കിലും ശബരിമല ദർശന സമയത്ത്, പ്രത്യേകിച്ച് മകരവിളക്ക് സമയത്ത് ഈ ശബരിമല ഡ്യൂട്ടിയിലുണ്ടാകാറുണ്ട്. നേരത്തെ സ്പെഷ്യൽ ഓഫീസർ കൂടിയായിരുന്ന ADGP MR അജിത് കുമാറിന് അതിനപ്പുറത്തേക്ക് അവിടെയുള്ള എല്ലാ നിയമങ്ങളും, അവിടെയുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ഉത്തരവുകളും അറിയാം. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, അതൊക്കെയാണ് പോലീസ് സേനയിൽ ആകെ അമർഷം. അതിൽ മറ്റൊന്നുണ്ട്. ഇത് നിയമലംഘനമാണെന്ന് കോടതി കണ്ടെത്തുന്നു, DGP സ്ഥിരീകരിക്കുന്നു. അങ്ങനെയൊക്കെ സ്ഥിരീകരണം ഉണ്ടായപ്പോൾ അവിടെ പോലീസ് എടുത്ത കേസിൽ ട്രാക്ടർ ഡ്രൈവറെ മാത്രം പ്രതിയാക്കുന്നു. ഡ്രൈവറെ ബലിയാടാക്കി എന്നാണ് സേനയിൽ പ്രധാനമായും ഇങ്ങനെ ഒരു അമർഷം ഉയരാൻ കാരണമായത്. അവിടെ നഗ്നമായ നിയമലംഘനം നടത്തി ADGPയെ കുറിച്ച് FIRൽ പോലും പേര് പ്രതിപാദിക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ADGP ഉൾപ്പെടെ 3 പേരാണ് ഈ നിയമവിരുദ്ധമായി ട്രാക്ടറിൽ യാത്ര ചെയ്തത്. അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പമ്പ പോലീസ് കേസെടുത്തത്. പക്ഷേ അവിടെ പ്രതി ചേർക്കപ്പെട്ടത് ട്രാക്ടർ ഡ്രൈവറായ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ്. പോലീസ് മേധാവി തന്നെ MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുമ്പോഴും ഇപ്പോഴും MR അജിത് കുമാറിനെതിരെ കേസെടുക്കാനോ മറ്റു നടപടി സ്വീകരിക്കാനോ സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. ഏതായാലും ഈ കാര്യത്തിലുള്ള അമർഷം പുകയുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ അതൃപ്തിയുള്ളത് കൊണ്ടാണ് ഈ കാര്യം സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ടർ TVയിലൂടെ തുറന്നു പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. ആ അതൃപ്തി അതിനകത്തുണ്ട് താനും. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, പമ്പയിലാണ്. പ്രവീൺ, പമ്പ പോലീസിന്റെ നടപടിയാണ് ഇതിൽ ഏറ്റവും കൗതുകകരം. യഥാർത്ഥത്തിൽ ചട്ടം ലംഘിച്ചത് ADGP MR അജിത് കുമാറും ഡ്രൈവറും ഒപ്പം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുമാണ്. പക്ഷെ നടപടി ഡ്രൈവർക്ക് മാത്രമെന്നാണ്. പോലീസിനൊരു വിശദീകരണം പോലും നൽകാൻ കഴിയുന്നില്ലല്ലോ. കാരണം ഈ പോലീസിന്റെ തന്നെ വാഹനത്തിൽ ADGP MR അജിത് കുമാർ അങ്ങോട്ട് ആവശ്യപ്പെട്ട് തന്നെയാണ് യാത്ര ചെയ്തതെന്നുള്ളത് വ്യക്തമാണ്. മാത്രവുമല്ല, ആ യാത്രയിൽ പരമാവധി CCTV ദൃശ്യങ്ങളിൽ പെടാതിരിക്കാൻ ADGP ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഡ്രൈവറെ മാത്രം ബലിയാടാക്കി എന്നൊരു ആക്ഷേപം ഇപ്പോൾ പോലീസ് സേനയിൽ മൊത്തമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് പമ്പ പോലീസ് നൽകുന്ന വിശദീകരണം ഈ വിഷയത്തിൽ? അരുൺ, ശബരിമലയിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി 2 തരത്തിലുള്ള ട്രാക്ടറുകൾ, 2 തരം സർവീസുകൾ അവിടെ നടത്തുന്നുണ്ട്. ഒന്ന് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, അവർ ഡ്രൈവ് ചെയ്യുന്ന ട്രാക്ടറുകൾ. മറ്റൊന്ന് പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറുകൾ. സാധാരണ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ട്രാക്ടറുകൾ മുകളിലേക്ക് വ്യാപാര ആവശ്യങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ ട്രാക്ടറിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്ടറുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരാണ്. മറ്റൊന്ന് പോലീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ഓടിക്കുന്ന ട്രാക്ടറുകൾ. ADGP MR അജിത് കുമാർ ഈ യാത്ര ചെയ്തത് പോലീസിന്റെ ഉടമസ്ഥയിലുള്ള ട്രാക്ടറിലാണ്. സ്വാഭാവികമായും ഒരു തൊഴിലാളിയല്ല അവിടെ ഈ ട്രാക്ടർ ഓടിച്ചിരിക്കുന്നത്, മറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. CPO റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ട്രാക്ടർ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പമ്പ പോലീസ് ഒരു FIR ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. ആ FIRലാകട്ടെ ഈ ട്രാക്ടർ ഡ്രൈവ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് FIRൽ പറഞ്ഞിരിക്കുന്നത് ഈ ട്രാക്ടർ അപകടകരമായ രീതിയിൽ ഓടിച്ച CPOക്കെതിരെ മാത്രമാണ്. പക്ഷേ CPOയുടെ പേര് വിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഏതായാലും പമ്പ പോലീസ് പറയുന്നത് നേരത്തെയും ഇത്തരത്തിൽ കേസുകൾ പമ്പ പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡ്രൈവർമാർക്കെതിരെ മാത്രമാണ് എത്രയോ ADGP തന്നെ ഒരു ചട്ടലംഘനത്തിന് കൂട്ടുനിൽക്കുമ്പോൾ ഡ്രൈവറെ മാത്രം ബലിയാടാക്കിയത് എന്തിന് എന്ന ചോദ്യമാണ് പോലീസ് സേനയിൽ ആകെ ഉയരുന്നത്. സംഭവം മോശമായി.